നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഓണം ആഘോഷിക്കുകയാണ് മലയാളികൾ. തിരുവോണത്തിൻ്റെ എല്ലാ സമൃദ്ധിയും ഇപ്പോൾ മലയാളിയുടെ വീട്ടകങ്ങളിലുണ്ട്. സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളിലും മറ്റുമാണ്. നമുക്ക് ആദ്യം വാർത്തകളിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ ഓണക്കോടി ഉടുത്ത് സദ്യയുണ്ടു, മഹാബലിയെ വരവേറ്റു, തിരുവോണം ആഘോഷിച്ച് മലയാളി ലോകം. ചുണ്ടിൽ നാടൻ പാട്ടിന്റെ ശീലുകൾ, മനസ്സിൽ ഗൃഹാതുരത്വം. തൃക്കാക്കരയിൽ ഓണം കെങ്കേമം, മഹാബലിയെ വരവേറ്റു, മന്ത്രിമാർക്കൊപ്പം ഓണസദ്യയുണ്ട് ഭക്തർ. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. വൻ ഭക്തജന തിരക്ക്. ശബരിമല ദർശനത്തിനെത്തിയത് നിരവധി വിശ്വാസികൾ. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും മനോഭാവത്തിന് കരുത്തു പകരട്ടെ എന്ന് നരേന്ദ്രമോദി. സമ്പന്നമായ സംസ്കാരത്തിന്റെ ആഘോഷമെന്ന് ദ്രൗപദി മുർമു. ഒരുമയോടുള്ള ആഘോഷമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആശംസ നേർന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കറും പിണറായി വിജയൻ. തിരുവോണനാളിൽ സമരമുഖമായി സെക്രട്ടേറിയറ്റ് നട. മണ്ണ് നിന്ന് പ്രതിഷേധിച്ച് PSC ഡ്രൈവർ റാങ്ക് ഹോൾഡർമാർ. സമരം 6ാം ദിവസം. പ്രതിഷേധവുമായി KAS ഉദ്യോഗാർത്ഥികളും. റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് 8 മാസമായിട്ടും നിയമനം എവിടെയെന്ന് ചോദ്യം. മഴ തുടരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കാറ്റും ശക്തമാകും. മീൻ പിടിക്കാൻ കടലിൽ പോകുന്നതിന് വിലക്ക്. വീണ്ടും അതിരുവിട്ട് വിനായകൻ. ടോക്സിക് സിനിമയുടെ റിലീസ് ദിവസം സംവിധായിക ഗീതു മോഹൻദാസിനെ പരിഹസിച്ച് പോസ്റ്റ്. ദ അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന അടിക്കുറിപ്പിൽ ചിത്രം പങ്കുവച്ചു. തിരുവോണനാളിൽ കണ്ണീരായി വാഹനാപകടം. തൃശൂർ ചേലക്കോട് ലോറി ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. 2 മരണം. മരിച്ചത് മണ്ണാർക്കാട് പഴയന്നൂർ സ്വദേശികൾ. കാസർഗോഡ് ഉപ്പളയിൽ ആംബുലൻസ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് രോഗി മരിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം. പ്രതിഷേധമിരമ്പി UDF MP മാരുടെ നിരാഹാരം. പാലക്കാട്ടെ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഡിവിഷൻ വിഭജിച്ചത് ഇരുട്ടിന്റെ മന്ത്രി സണ്ണി ജോസഫ്. ഇറാനെതിരെ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചുവെന്ന പ്രഖ്യാപനവുമായി അമേരിക്ക. പുതിയ സൈനിക ആക്രമണങ്ങൾ നടത്താൻ അമേരിക്ക പദ്ധതിയില്ലെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നിലപാട് സഖ്യകക്ഷികളെ അറിയിച്ചു. സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് വിലയിരുത്തൽ. RSS മേധാവിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെതിരെ ന്യൂയോർക്ക് ഗവർണർ സൊഹറാൻ മംദാനി. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ പങ്കെടുക്കുന്ന പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് മംദാനി. സ്വകാര്യമായി സംഘടിപ്പിക്കുന്ന പരിപാടി തടയാൻ നഗരഭരണകൂടത്തിന് അധികാരമില്ലെന്നും വിശദീകരണം. മോഹൻ ഭാഗവത് ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുന്നത് ഓഗസ്റ്റ് 29-ന്. ലോകമെങ്ങുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ മഹാബലിയെ വരവേറ്റു. രാവിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ്. 8:30യോടെ മഹാബലിയെ വരവേൽക്കൽ ചടങ്ങും നടന്നു. പത്തരയുടെ ഓണസദ്യയ്ക്ക് തുടക്കമായി. മന്ത്രിമാരായ റോജി M. ജോൺ, VE അബ്ദുൾ ഗഫൂർ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഓണസദ്യ. നാടെങ്ങും വിവിധ
ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയിലെ നഗരങ്ങളിൽ വിവിധ മലയാളി സമാജങ്ങളുടെ നേതൃത്വത്തിലും ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും വിപുലമായ രീതിയിലാണ് ആഘോഷം. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. ഓണം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്ത് പകരട്ടെയെന്ന് നരേന്ദ്രമോദി ആശംസിച്ചു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തിന്റെയും ആഘോഷമാണ് ഓണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസിച്ചു. ദുർഘട പ്രതിസന്ധിയിൽ എല്ലാവർക്കും ഓണാശംസകളെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ ദേശീയപാതാ നിർമ്മാണം നടത്താമെന്ന ഉറപ്പ് കേന്ദ്രം നൽകിയതാണ്. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് എടുക്കേണ്ടതെന്നും പിണറായി. ഈ ദുർഘട സന്ധിയിൽ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇതൊരു തീർത്തും അപ്രതീക്ഷിതമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്വം ചുമതല വഹിച്ച ശ്രീ ഗഡ്കരി തന്നെ ഡിസൈനിൽ പശു പറ്റിയെന്ന് അന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം. പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ അവർക്ക് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുമുണ്ട്. എന്നാൽ ആ സാങ്കേതിക വിദ്യ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിന് ഉപയോഗിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത്തരമൊരു പഠനം വിശദമായി നടത്താമെന്നവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന അനിൽകുമാറുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ നീക്കാമെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ നടപടികൾ നീക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. തിരുവോണദിനത്തിൽ ദർശന പുണ്യം തേടി ശബരിമല സന്നിധാനത്ത് എത്തിയത് നിരവധി ഭക്തർ. കനത്ത മഴയെ അവഗണിച്ചും മല ചവിട്ടിയതിൽ ഏറെയും മലയാളികളാണ്. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി 28-ന് ചതയം നാളിൽ രാത്രി 10 മണിക്കാണ് നടയടയ്ക്കുക. പൂർവികർ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമായി തിരുവോണനാളിൽ ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ് ആറന്മുള ക്ഷേത്രത്തിലെ കൈസ്ഥാനികരായ 2 ഇല്ലത്തെ മുതിർന്ന കാരണവന്മാർ. ആറന്മുള പുത്തേഴത്ത് ഇല്ലത്തെ അക്കീരമൺ രാധാകൃഷ്ണൻ ശർമ്മയും തെക്കടത്ത് ഇല്ലത്തെ നാരായണൻ മൂസതുമാണ് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ഉത്രാടം നാളിൽ തുടങ്ങിയ ഉണ്ണാവൃതം തിരുവോണനാളിൽ ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ഇളനീരും പഴവും കഴിച്ചാണ് അവസാനിപ്പിക്കുക. മലയാളികൾ തിരുവോണനാളിൽ ഓണം ആഘോഷിക്കുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഉണ്ണാവൃതമിരിക്കുന്ന 2 കുടുംബക്കാർ ആറന്മുളയിലുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കൈസ്ഥാനികരായ പുത്തേഴത്ത് ഇല്ലത്തെ അംഗങ്ങളും ഒപ്പം തെക്കേടത്ത് ഇല്ലത്തെ മുതിർന്ന അംഗങ്ങളുമാണ്. 2 പേരാണ് ഈ ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. അതൊരു ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. എന്താണ് അത്തരമൊരു ആചാരം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഇല്ലത്തെ അംഗങ്ങളോട് തന്നെ ചോദിക്കാം. ആറന്മുള ക്ഷേത്രത്തിന്റെ ക്രൈസ്താനി അവകാശികളായിട്ടുള്ള പുത്തേഴത്തില്ലം, തെക്കേടത്തില്ലം, മംഗലപ്പള്ളി ഇല്ലം ഇങ്ങനെയൊക്കെയുള്ള ഇല്ലങ്ങളിലെ കാരണവന്മാര് ഓണത്തിന് മുമ്പ് ഈ നാട്ടില് കണ്ണങ്ങാട്ട് മഠത്തിൽ വെച്ചിട്ട് അരിയും നെല്ലും അന്നത്തെ കാലത്തെ നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആറന്മുള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഊരാളന്മാരെന്നുള്ള നിലയിൽ അവർ അരിയും നെല്ലും കൊടുക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഈ പതിവ് നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു വർഷം വളരെ പാവമായിട്ടുള്ള വളരെ നിർധനരായിട്ടുള്ള ഒരു സ്ത്രീ, വളരെ പ്രായം ചെന്നിട്ടുള്ള ആള് മഴയത്ത് മുറമൊക്കെ ഏന്തി അവിടെ നിൽക്കുകയും ഈ അരിയും നെല്ലും കൊടുത്തിട്ടുള്ള ആൾക്കാർ അവരെ കാണാതെ അന്ന് അവർക്കത് കിട്ടാതെയും ഇരുന്നു. സന്ധ്യയും രാത്രിയുമായി അവർ അവിടെ തന്നെ നിന്ന് മഴയത്ത് വയ്യാതെ അവർ മരിച്ചു എന്നുള്ളതാണ് പിന്നീട് ദേവപ്രശ്ന സമയത്ത് ഇല്ലങ്ങളിൽ അനർത്ഥങ്ങളൊക്കെ നടന്ന സമയത്ത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. അപ്പൊ അതിന് പ്രായശ്ചിത്തമായിട്ട് അന്ന് നിശ്ചയിച്ചിട്ടുള്ളത് തിരുവോണത്തിന്റെ ദിവസം ഈ ഇല്ലങ്ങളിലെ മുതിർന്ന ആൾക്കാര് ഒരു ദിവസം തിരുവോണ ദിവസം ഉണ്ണാവൃതം ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം അത് എന്ന് തുടങ്ങി എന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും കാലങ്ങളായിട്ട് അത് ചെയ്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ എപ്പോൾ മുതലാണ് ഇത് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്? എങ്ങനെയാണ് ഈ തിരുവോണ ദിവസം രാവിലെയാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു ചടങ്ങ്?
അത് ഉത്രാടം ദിവസം നമ്മൾ വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം തുടങ്ങി പിറ്റേന്ന് തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് അത്താഴപൂജ സമയത്ത് ഭഗവാന് കരിക്കും പൂവമ്പഴവും നേദിച്ച് അത് ഉണ്ണാവൃതം ഇരിക്കുന്നവർ അത് കഴിച്ചിട്ടാണ് ആ വ്രതം നിർത്താറുള്ളത്. ആ പകൽ സമയം മുഴുവൻ തിരുവാറന്മുളയപ്പനെ ഭജിച്ച് ഇരിക്കണം എന്നുള്ളതാണ് കാലങ്ങളായിട്ട് അനുഷ്ഠിച്ച് കണ്ടിട്ടുള്ളത്, കാരണവന്മാർ കണ്ടിട്ടുള്ളത്, ചെയ്യുന്നത്. എന്തായാലും അതാണ് കാരണം ആചാരപരമായി പണ്ടെങ്ങോ ചെയ്ത ഒരു തെറ്റിന്റെ പ്രായശ്ചിത്തം എന്ന നിലയ്ക്കാണ് ഇപ്പോഴും ആ ആചാരപരമായി രീതിയിൽ ഉണ്ണാവൃതം ഈ രണ്ട് ഇല്ലങ്ങളിലെയും മുതിർന്ന അംഗങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. തലസ്ഥാനത്ത് മലയാളികൾക്കൊപ്പം ഓണാഘോഷത്തിന്റെ ഭാഗമാകാൻ ഇതര സംസ്ഥാനക്കാരും പുത്തരിക്കണ്ടത്ത് പുരോഗമിക്കുന്ന ജമനി സർക്കസ് കൂടാരത്തിലും ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. പൂക്കളമിട്ടും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നും സർക്കസ് താരങ്ങൾ ന്യൂസ് 18-നൊപ്പം ചേർന്നു. തലസ്ഥാനത്ത് മലയാളികൾ മാത്രമല്ല ഓണം ആഘോഷിക്കുന്നത്. തിരുവോണനാളിൽ അത്തപ്പൂക്കളമിട്ട് സദ്യവട്ടങ്ങളുമായി ഓണത്തെ വരവേൽക്കുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ള മറ്റു ചിലർ കൂടിയുണ്ട്. അവർ നമ്മുടെ അതിഥികളാണ്, മറ്റാരുമല്ല. ഞങ്ങൾ ഉള്ളത് ജെമിനി സർക്കസ് വേദിയിലാണ്. ഇവിടുത്തെ സർക്കസ് താരങ്ങളാണ് അത്തപ്പൂക്കളമിട്ട് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ ഓണം മുണ്ടെടുത്ത് ഷർട്ടൊക്കെയിട്ട് പട്ടുസാരിയിട്ട് നമ്മളോടൊപ്പം ഈ നാടിനോടൊപ്പം ആഘോഷിക്കുന്ന ഒരു പകലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം അവർ ചേരുന്നു. യു ആർ ഫ്രം Nepal. Nepal. How is Onam? Very beautiful and celebrated and enjoyable. Enjoyable. Is it first time here? No, many years. Many times. Yeah, around 19-20 years. Oh, okay. You are all from different states? No, different. We are, me and my wife also from Nepal. Other in West Bengal, Manipur, Ethiopia, a lot of states, Bihar, Jharkhand. ओणम कैसा है? अच्छा है सर, बहुत सुपर है केरला का ओणम, सुपर बहुत अच्छा है सर। मैं बिहार स्टेट से है। बिहार सर स्टेट। ओणम कैसा है? अच्छा है, सुपर सुपर से ऊपर। ओके बेबी, ओणम अच्छा बोलो, अच्छा बोलो, अच्छा से हैप्पी ओणम, पापा हैप्पी ओणम, हैप्पी ओणम बोलो। पापा कैसे है ओणम? अच्छा है। अच्छा है। Is it first time here or? नहीं, इसका पहले भी किया हुआ ओणम। But say happy ओणम for our all viewers. Okay. Happy ओणम. हैप्पी ओणम सर, हैप्पी ओणम सर, हैप्पी ओणम केरला। പാരമ്പര്യത്തിന്റെയും ഐതിഹ്യത്തിന്റെയും പെരുമ വിളിച്ചോതി പാലക്കാട്ടെ ഗ്രാമങ്ങളിൽ ഓണനാളിൽ മാവേലിയെ അണിയിച്ചൊരുക്കി വീട്ടുകാർ. മഹാബലിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് എന്നാണ് വിശ്വാസം. ഗ്രാമങ്ങളിൽ ഓണക്കാലത്ത് മണ്ണുകൊണ്ട് മാവേലിയുടെ രൂപം ഉണ്ടാക്കി വയ്ക്കുന്ന ആചാരത്തിന് മാതോരു വയ്ക്കുക എന്നാണ് പാലക്കാട്ടുകാർ പറയുക. ഐതിഹ്യവും സങ്കല്പവും പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്നെത്തുന്ന മഹാബലി ചക്രവർത്തിയെ പ്രതീകാത്മകമായി വരവേൽക്കാനാണ് ഇത് ചെയ്യുന്നത്. അണിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവേലിനെ എടുത്ത് പൂജ കഴിഞ്ഞ് മുറ്റത്ത് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി മാവേലിക്ക് കൊടുത്ത പിന്നെ നമ്മൾ കഴിക്കുള്ളൂ. എല്ലാ ദിവസവും 3 ദിവസവും അതേപോലെ തന്നെ ചെയ്യും. വീട്ടുമുറ്റത്തോ പൂക്കളത്തിനടുത്തോ മാവേലിയെ പ്രതിഷ്ഠിക്കുന്നു. അത്തം മുതൽ പൂക്കളം ഒരുക്കുകയും അതിനുശേഷം ഓണനാളിൽ മാവേലിയുടെ രൂപമുണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. പീഠത്തിൽ മാവേലിയുടെ രൂപം വെച്ച് പ്രത്യേക പൂക്കൾ കുത്തി 3 നേരം പൂജിക്കുന്നതും അരിമാവ് പൂശുന്നതുമായ നാടൻ രീതികളാണ് പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഒരുക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. തിരുവോണദിനത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ മണ്ണ് തിന്ന് പ്രതിഷേധവുമായി PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സ്. 6 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് തിരുവോണനാളിലെ വേറിട്ട ഈ പ്രതിഷേധം. സെപ്റ്റംബർ 19-ന് കാലാവധി അവസാനിക്കാനിരിക്കെ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. തിരുവോണ ദിനത്തിൽ സദ്യ ഉണ്ടെന്നതിന് പകരം മണ്ണ് നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു കൂട്ടം PSC റാങ്ക് ഹോൾഡേഴ്സാണ് എനിക്ക് മുമ്പിലുള്ളത്. സെക്രട്ടേറിയറ്റിൻ്റെ സമര കവാടത്തിലാണ് ഇവർ സമരം അനുഷ്ഠിക്കുന്നത്. ഡ്രൈവർ വേക്കൻസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. എവിടുന്നാ വരുന്നത്? കൊല്ലം. എന്താണ് ഇന്നിങ്ങനെ ഒരു സമരം? നമ്മൾ
019/2001 റാങ്ക് ലിസ്റ്റിലുള്ളതാണ്, ഡ്രൈവർ റാങ്ക് ലിസ്റ്റിലുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് കുറേ ഒഴിവുകൾ പൂഴ്ത്തിവെച്ചപ്പോഴുണ്ട്. ആ ഒഴിവുകൾ നികത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇങ്ങനെ ഒരു അത് തിരുവോണ ദിനത്തിൽ തന്നെ. അതായത് ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിനുള്ളിലായിരുന്നു. അതായത് ഓരോ മന്ത്രിമാരുടെ ഓഫീസുകളും എല്ലാം കയറി ഇറങ്ങുമായിരുന്നു. അപ്പം പിന്നെ ഈ ഓണക്കാലത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് അവധി ആയതുകൊണ്ടും അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അങ്ങനെ കയറി ചെന്നിട്ടും വലിയ കാര്യമില്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ സമരത്തിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ സമരം 6ാമത്തെ ദിവസമാണ്. അപ്പം ബാക്കി എല്ലാവരും തിരുവോണം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ആഘോഷം എങ്ങനെയൊക്കെയാണ്, മണ്ണ് വാരത്തിൽ നിന്നുള്ള പ്രതിഷേധം, പട്ടിണി സമരമാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ PNDRDയുടെ ഒരു വിവാദ ഉത്തരവുണ്ട്. അപ്പം ആ ഉത്തരവ് പ്രകാരം വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ തിരക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യത്തിൽ കൂടുതൽ വണ്ടികളുണ്ട്. പക്ഷേ ഈ വണ്ടികളൊക്കെ ഓടിക്കുന്നതെല്ലാം താൽക്കാലികക്കാരാണ്. കാലാവധി എന്നാ അവസാനിക്കുന്നത്? ഞങ്ങളുടെ കാലാവധി സെപ്റ്റംബർ 19 ഓടുകൂടി 9 ജില്ലകൾക്ക് കഴിയും. ബാക്കി ഒരു 2 ജില്ലകൾക്ക് നവംബർ വരെ ഉണ്ടാവും. അതാണ് അത്തരത്തിലാണ് പ്രതിഷേധം. തിരുവോണ ദിനത്തിലാണ് മണ്ണ് വാരി തിന്നുകൊണ്ടുള്ള ഈ പ്രതിഷേധവുമായി ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ഇരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സെക്രട്ടറി നടയിൽ പ്രതിഷേധവുമായി KS ഉദ്യോഗാർത്ഥികൾ രംഗത്തുണ്ട്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 8 മാസം പിന്നിടുമ്പോഴും നിയമനം വൈകുന്നതിനെതിരെയാണ് പ്രതിഷേധം. ദൂരെയുള്ള വീടുകളിലേക്ക് മടങ്ങിയാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരുമെന്നും അതിനാൽ തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരുമിച്ച് കൂടിയതാണെന്നും ഉദ്യോഗാർത്ഥികൾ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിഷേധമല്ല, ഞങ്ങൾ ഏകദേശം 7-8 മാസത്തോളമായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പത്രവാർത്ത എന്ന് പറയുന്നത് ഈ ഒരു തസ്തിക റദ്ദാക്കണം, പരീക്ഷ റദ്ദാക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ CMനെ കണ്ടിരുന്നു ഇതിന് മുന്നേ, ഈ പത്രവാർത്തയ്ക്ക് മുന്നേ. അപ്പോൾ CM ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള പത്രവാർത്ത വളരെ ആശങ്കാജനകമാണ്. അപ്പോൾ ഓണത്തിന് ഈ ഒരു വാർത്തയും കൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒത്തുകൂടുന്നതാണ്. ഇതൊന്നും പ്രതിഷേധമല്ല, കാരണം ഞങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പമാണ്. അപ്പോൾ പ്രതിഷേധം എന്നുള്ള തരത്തിലേക്കല്ല, വീട്ടിൽ പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മേടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും കൂടി ഇന്ന് ഇങ്ങ് വരാമെന്ന് വിചാരിച്ചു. എവിടെ നിൽക്കുള്ളവർ നിങ്ങൾ? ഞങ്ങൾ പല സ്ഥലത്തു നിന്നുള്ളവരാണ്. പിന്നെ ഇതുമായിട്ട് സിവിൽ സർവീസ് പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതുന്ന 10ഓളം പേരുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള അതെ, ഈ ലിസ്റ്റിലുള്ള 10ഓളം പേര് ഇത്തവണ സിവിൽ സർവീസ് മെയിൻ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ അവർ ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ തങ്ങുന്നവരുണ്ട്, ബാക്കി വന്നവരുണ്ട്. ഈ ഏകദേശം 31 തസ്തികകളാണ് ഇതിനകത്ത് ഉള്ളത്. PSC അത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 8 മാസം പിന്നിടുമ്പോഴും ആ തസ്തികകളിലേക്ക് നിയമനം നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കൺസേൺ ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തുടർന്ന് എങ്ങനെയായിരിക്കും പ്രതിഷേധം? പ്രതിഷേധമല്ല, നമ്മുടെ ഒരു ആശങ്കയാണ്. എല്ലാവരും നല്ല വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഒരുമിച്ച് ചേരാമെന്ന് കരുതിയത് ഈ ഓണ ദിവസം തന്നെ. കാരണം വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഒരു ആശങ്ക പങ്കിടാനും അങ്ങനെ ഒത്തുകൂടിയതാണ്. ഇനി തുടർന്നും നമുക്ക് പ്രതീക്ഷ മുഖ്യമന്ത്രിയിലാണ്. അദ്ദേഹം നമുക്ക് വേണ്ടത് ചെയ്തു തരും തന്നെയാണ് പ്രതീക്ഷ. അത് എത്രയും പെട്ടെന്നാകുമ്പോൾ നമുക്ക് ഈ ഒരു മാനസിക സമ്മർദ്ദം അത് വളരെ കൂടുതലാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നും 31 പേർക്കും നിയമനം കിട്ടുമെന്ന് ആണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്നാണ് കാലാവധി അവസാനിക്കുന്നത്? സർ, ഇത് 2026 ജാനുവരി 30 നിലവിൽ വന്ന റാങ്ക് പട്ടികയാണ്. KS കേരളത്തിൻ്റെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു പരീക്ഷയാണ്. അടുത്ത 2027 ജാനുവരി 30 ഇതിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യും. കുറഞ്ഞ മാസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. നാടൻ കളികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോട്ടയം. ഓണക്കാലം എത്തിയാൽ പിന്നെ കളിക്കളങ്ങൾ നിറയും. വീറും വാശിയും നിറഞ്ഞതാണ് ഓരോ കളിക്കളങ്ങൾ. ഈ കണ്ടത് നാട്ടുകാരുടെ ബഹളമോ തല്ലോ ഒന്നുമല്ല, കോട്ടയത്തെ പകിടക്കളങ്ങളുടെ കാഴ്ചയാണ്. ഇത്രയധികം വീറും വാശിയും ഉള്ളൊരു മത്സരമുണ്ടോ എന്നത് തന്നെ സംശയമാണ്. എന്തായാലും വലിയ ആവേശത്തിൽ
ഇവിടെ മത്സരം പുരോഗമിക്കുകയാണ്. കുമരങ്കരിയും പള്ളവും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. ചേട്ടാ, ആര് ജയിക്കും? ചേട്ടാ, എന്താ അവസ്ഥ? എങ്ങനെയാവും? ഞങ്ങൾ ജയിക്കും, ഞങ്ങൾക്ക് അറിയാം. കളി ഇപ്പം ശക്കല അവർക്ക് മുൻതൂക്കമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. പണ്ട് കൊമരത്തൊക്കെ പറയും, ഇവിടെ ഒന്നും പറയുന്നില്ല. നമ്മളിപ്പോ കണ്ടില്ലേ, കഴിഞ്ഞ കൊമരത്ത് ആരോ കയറി പോയില്ലേ? അപ്പുറം ഇതാണ് വരുന്നത്, കണ്ടോ? ഇത് ഞങ്ങൾക്ക് അറിയാം, എവിടെയാ എങ്ങനെയാ വരുത്തേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അങ്ങനെ വരുത്തും. അതാ ടീം. ചേട്ടാ, ആര് ജയിക്കും? എന്താ അവസ്ഥ? അവിടെ ജയിക്കാൻ വഴിയുള്ളൂ. ആരെന്ന് വെച്ചാ പള്ളോ? ചേട്ടാ, എന്താ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്തായാലും വലിയ മത്സരം. ചേട്ടാ, ഇത് വൻ മത്സരമാണ്. ചേട്ടാ, വൻ മത്സരമാണ്. എന്താണ്, എന്ത് സംഭവിക്കും? ഇതിപ്പം കളി അല്പം മുൻതൂക്കം കുമരങ്കരിക്കാണ്. അത് ഇനിയും എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ പള്ളത്തിന് ജയിക്കാൻ പറ്റുള്ളൂ. കാരണം നേരിയ മുൻതൂക്കം കുമരങ്കരി ടീമിനാണ് ഇപ്പം. പക്ഷേ കളിയാണ്, ഇത് കളിയാണ്. ഏത് നിമിഷവും മാറി മറിയാം. ഒരു കറക്ക് ഇടുന്നതിൽ തന്നെ മാറാം. ഒരു ഫൗള്, നിർണായക സമയത്ത് ഒരു ഫൗള് കളിക്കുകയോ അല്ലെങ്കിൽ ഒരു വാരി കളിക്കുകയോ ചെയ്താൽ കളിയുടെ ഗതി മാറും. പകട കളിയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതെന്താ ഇത്ര വലിയ ആവേശം? എന്താ എല്ലാരും ഭയങ്കര വെല്ലുവിളിച്ചുള്ള കളിയാണ്? ഇത് പണ്ട് പാണ്ഡവ കൗരവ യുദ്ധത്തിലേക്ക് നയിച്ച എന്താ ഏട്ടാ പറ? കളി മാറിയോ ചേട്ടാ? കളി ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകപക്ഷീയമായി കൊമരങ്കരി സ്വല്പം അവരുടെ ഒരു ഇണ്ടത്തിൽ കയറിയിരിക്കുകയാണ്. ഇണ്ടത്തിൽ കയറി 2 കണ്ണടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് അടിക്കാം. പക്ഷേ എന്നാൽ അവരുടെ ഒരു 2 കൈ വാരി കളിച്ചാൽ കളിയുടെ ഗതി മാറും. പ്രധാനം എന്താ ഈ 12 ഇതെന്നുള്ളത് കിട്ടുക എന്നുള്ളത്? 12 ഏറ്റവും ഉയർന്ന എണ്ണം. 12, 8, 26 പുട്ടുപേട. ഇതിന് വാരി കളിക്കാം, 4 പ്രാവശ്യം വാരി കളിക്കാം. ഒരു വെട്ടിയിട്ടാണ് കളിക്കുന്നെങ്കിൽ എന്താ സംഭവിച്ചേ മനസ്സിലാവുന്നില്ല. ഏകപക്ഷീയമായി കുമരങ്കരി വിജയിച്ചിരിക്കുന്നു. ചേട്ടാ, എന്തായാലും ഇതാണ് വലിയ ആവേശം എന്നതാണ്. ആദ്യ കളിയിൽ ഒരു ടീം വിജയിച്ചിരിക്കുന്ന സാഹചര്യമുള്ളത്. ഏത് സമയവും മാറി മറിയാവുന്ന വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കളിയാണ്. അത് തുടരുകയാണ്. വലിയ വാശി, അതായത് കോട്ടയം ഈ നാടൻ കളികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇപ്പോഴും ഏതാണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും രാവും പകലുമില്ലാതെ മത്സരങ്ങൾ തുടരുകയാണ്. ഈ ഓണക്കാലത്തെ ഏറ്റവും പ്രധാന കാഴ്ചയായി ഈ പകിടക്കളങ്ങൾ മാറുന്നു. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് ഇരുളത്ത് 25,000 സ്ക്വയർ ഫീറ്റിൽ വമ്പൻ പൂക്കളം ഒരുങ്ങി. ഇരുളം GHSS സ്കൂൾ ഗ്രൗണ്ടിലാണ് കൂറ്റൻ പൂക്കളം തീർത്തിരിക്കുന്നത്. മാവേലിയോടൊപ്പം വയനാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന മണിയൻ എന്ന കാട്ടാനയെയും പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കളം ഒരുക്കുന്നത് സാധാരണമാണെങ്കിലും ഒരു സ്കൂളിന്റെ ഗ്രൗണ്ട് മുഴുവൻ പൂക്കളമാവുന്ന കാഴ്ചയാണ് പുൽപ്പള്ളിക്കടുത്തെ ഇരുളത്ത് കാണാൻ സാധിക്കുക. ഇരുളം GHS സ്കൂൾ ഗ്രൗണ്ടിലാണ് അക്ഷരാർത്ഥത്തിൽ കൂറ്റൻ പൂക്കളത്തിന് വേദിയായിട്ടുള്ളത്. മാവേലിയോടൊപ്പം നാടുമായി ഒരുപാട് ബന്ധമുള്ള മണിയൻ എന്ന കാട്ടാനയെയും പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുളത്തുകാരുടെ പൂക്കളം. നാട്ടുകാരുമായി സൗഹൃദത്തിലായിരുന്ന മണിയൻ എന്ന കാട്ടാനയെക്കുറിച്ച് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. 2019 ഈ കാട്ടാന ചരിഞ്ഞത്. അന്ന് മണിയനു വേണ്ടി മൗനജാഥ വരെ നടത്തിയ നാട്ടുകാരാണ് ഇരുളത്തേത്. 5-ാം തീയതി മുതലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരുളത്ത് ഓണാഘോഷം തുടങ്ങിയത്. ഓഗസ്റ്റ് 27-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഓണാഘോഷം. നാട്ടുകാരെല്ലാം ചേർന്ന് 3 ദിവസത്തെ പ്രയത്നത്തിലാണ് പൂക്കളം ഒരുങ്ങിയത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് 10 ടൺ പൂവാണ് ഭീമൻ പൂക്കളത്തിനായി എത്തിച്ചത്. ലയൺസ് ക്ലബിന്റെ ആശയമായിരുന്നു വമ്പൻ പൂക്കളം. ഇതിനൊപ്പം നാട്ടുകാർ ഒത്തുചേരുകയായിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ അടക്കം കലാകായിക മത്സരങ്ങൾ നടത്തി ഇരുളത്തിന്റെ 1ാം സാംസ്കാരിക ആഘോഷമെന്ന നിലയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതെന്നാണ് സംഘാടകരുടെ പ്രതികരണം. ആയിരങ്ങളാണ് പൂക്കളം കാണാനെത്തിയത്.
പാതിരാത്രിയിലെ കനത്ത മഴയത്തും ഒരു നാട് മുഴുവൻ പൂക്കളം ഒരുക്കാനായി രംഗത്തുണ്ടായിരുന്നു. വയനാട്ടിൽ ഇതുവരെ തീർത്ത ഏറ്റവും വലിയ പൂക്കളം കൂടിയാണിത്. ന്യൂസ് 18 വയനാട്. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് മാവേലിയെ എത്തിയത് നഴ്സായ ജോയിസ് ജോസഫാണ്. മാവേലിയെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ ചർച്ചകൾ ഉയർന്നതോടെ ജോയിസ് വാടക മാവേലി വേണ്ടെന്ന് അറിയിച്ചെത്തുകയായിരുന്നു. പുരുഷന്മാർ കീഴടക്കിയിരുന്ന മാവേലി വേഷത്തെ ഇത്തവണ അങ്ങനെ ജോയിസ് അങ്ങ് കളറാക്കി. ആശുപത്രി ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടികൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചത് ആര് മാവേലിയാകും എന്നതായിരുന്നു. മിക്കവരും പിന്മാറിയതോടെ പുറത്തുനിന്നും ആളെ വിളിക്കാൻ ആലോചന ഉയർന്നു. ഇതോടെയാണ് സാധാരണയായി പുരുഷന്മാർ ഏറ്റെടുക്കാറുള്ള മാവേലി വേഷം ധരിക്കാൻ ജോയിസ് മുൻപോട്ട് വന്നത്. ആടയാഭരണങ്ങളും കൊമ്പൻ മീശയും ഓലക്കുടയുമൊക്കെ ആയതോടെ മാവേലി കളറായി. സ്കൂൾ കാലഘട്ടത്തിൽ കലോത്സവ വേദികൾ കീഴടക്കിയ ആത്മവിശ്വാസം കൂടിയായതോടെ മാവേലി തകർത്തു. അതോടെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഓണാഘോഷം കൂടുതൽ ആവേശകരവുമായി. ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ രൂപഭാവത്തിൽ നിന്ന് മാവേലിയിലേക്ക് എന്നെ മാറ്റം ചെയ്തത് നമ്മുടെ അണക്കരയിലുള്ള പല്ലവി എന്ന് പറയുന്ന ആ സംരംഭം നടത്തുന്ന രാജീവ് മാഷാണ്. രാജീവ് മാഷിനോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇനി തിടമ്പേറ്റുക യന്ത്രയാന. തിരുവോണ സമ്മാനമായി ബോളിവുഡ് നടി റിച്ച ഛദ്ദയാണ് ഗുരുപുരം അർജുനൻ എന്ന് പേരിട്ടിരിക്കുന്ന യന്ത്രയാനയെ ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായാണ് ഒരു യന്ത്രയാനയെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇനി തിടമ്പേറ്റുക ഗുരുപുരം അർജുൻ എന്ന ഈ ഗജവീരനാണ്. എന്തായാലും കാഞ്ഞങ്ങാട് നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ ആദ്യ യന്ത്ര ആന ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നാലും ഇത് ഇപ്പോൾ മൃഗ സംരക്ഷണ സംഘടനയായ പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് ഇന്ത്യയുമായി ചേർന്ന് നടി റിച്ച ഛദ്ദയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഈ ആനയെ സമർപ്പിച്ചത്. ഗുരുപുരം അർജുൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ ആനയ്ക്ക് 11 അടി ഉയരവും 800 കിലോ ഭാരവുമുണ്ട്. മോട്ടോറുകളുടെ സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ തലയും അതുപോലെ തന്നെ വാലും കണ്ണും വായും ചെവിയും ചലിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തുമ്പിക്കൈ മാത്രം പാപ്പാനി നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഉള്ളത്. അതോടൊപ്പം തുമ്പിക്കൈ വഴി വെള്ളവും ചീറ്റുമെന്ന പ്രത്യേകത കൂടി ഈ ആനയ്ക്കുണ്ട്. മാത്രമല്ല 4 പേർക്ക് ആനപ്പുറത്ത് ഇരിക്കാനുമാകും. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ യന്ത്രയാനയാണിത്. ഈ ഇരുമ്പ് കൊണ്ടുള്ള ചട്ടക്കൂടിന് പുറത്ത് റബ്ബർ ഉപയോഗിച്ചാണ് ആനയെ നിർമ്മിച്ചത്. ഏകദേശം 5 ലക്ഷം രൂപയോളം ഇതിന് ചെലവ് വരുന്നുണ്ട്. ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഏതായാലും ഈ ആന വലിയ ആകർഷണമായിരിക്കും. മാത്രമല്ല കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്താനും ഇതുവഴി കഴിയുമെന്നാണ് ഈ ക്ഷേത്ര ഭാരവാഹികളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ആനയുടെ വിശേഷം ഈ ക്ഷേത്ര ഭാരവാഹികളിൽ തന്നെ നമുക്ക് അറിയാം. എന്താണ് ഇങ്ങനെ ഒരു യന്ത്ര ആനയെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ആലോചന? യന്ത്രം ആനയെ കൊണ്ടുവരുന്നില്ല വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഇത് വലിയ ഒരു തരത്തിലുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിക്കും. ഈ ക്ഷേത്രത്തിന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അനുസൃതമായിക്കൊണ്ട് നമുക്ക് മാറാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനെ സമർപ്പിച്ച സംഘടനയും വളരെയധികം നല്ല രീതിയിലുള്ള സംഘടനയോട് വളരെയധികം തീർത്താത്ത ഒരു നന്ദിയും കടപ്പാടും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കുണ്ട്. സ്വാഭാവികമായിട്ടും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ക്ഷേത്രത്തിലാണ് ഇങ്ങനൊരു ആന വരുന്നത്. ആന സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന മതപ്പാടിൻ്റെയും പ്രശ്നങ്ങളൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ആനയ്ക്കും ദോഷകരമായി ബാധിക്കുന്നു. പൊതുജനങ്ങളായിട്ട് വരുന്ന വിശ്വാസികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ക്ഷേത്രോത്സവ എഴുന്നള്ളത്തിനിടെ ആനകൾ വിരുണ്ടോടി അപകടമുണ്ടാകുന്നത് പതിവാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു യന്ത്ര ആനയിലൂടെ ആ പ്രശ്നം പരിഹരിക്കാം. മാത്രമല്ല ഇത് ഒരു കൗതുക കാഴ്ച കൂടിയാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ഈ ഒരു ക്ഷേത്ര കമ്മിറ്റിക്കുണ്ട്. ഈ ആനയെ കാണാനും അതുപോലെ തന്നെ അതിലൂടെ ഈ അമ്പലത്തിൻ്റെ പ്രശസ്തി കൂടുതൽ ഇടങ്ങളിലേക്ക് എത്താനും സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു.
KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഇരുട്ടിന്റെ മറവിൽ പാലക്കാട് ഡിവിഷൻ വിഭജിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഓണക്കാലത്ത് കേന്ദ്രം വരുന്നത് കേരളത്തെ ചവിട്ടിത്താഴ്ത്തുന്ന വാമന്റെ രൂപത്തിലാണെന്നും മന്ത്രി വിമർശിച്ചു. പാലക്കാട് ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF MP-മാരുടെ ഉപവാസ സമരം തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഉപവാസ സമരം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ജില്ലയിലെ MLA-മാരും പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികളും ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. തൃശൂർ ചേലക്കോട് നിയന്ത്രണം വിട്ട മിൽമ ടാങ്കർ ലോറി ഇടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. പഴയന്നൂർ, പാറക്കുളം, കാഞ്ഞിരം, കുന്നംകുളത്ത് ഷമീർ, പാലക്കാട് മണ്ണാർക്കാട്, പാലക്കയം, മടത്തിൽ പറമ്പിൽ ജോസഫ് എന്നിവരാണ് മരിച്ചത്. മിൽമ പാൽ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ശശിധരന്റെ ചായക്കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ചേലക്കര പോലീസ് കേസെടുത്തു. അപകടങ്ങൾ പതിവായ സ്ഥലത്താണ് തിരുവോണനാളിൽ നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. കാസർഗോഡ് ഉപ്പള ബന്ദിയോട് ആംബുലൻസ് മറിഞ്ഞ് രോഗി മരിച്ചു. ഇച്ചിലക്കോട് സ്വദേശി അശോകാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചാണ് അപകടം. ഗീതു മോഹൻദാസിനെ പരിഹസിച്ച നടൻ വിനായകൻ ദ അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന ക്യാപ്ഷനോടെ ഗീതുവിന്റെ ചിത്രം പങ്കുവച്ചവരാണ് പരിഹാസം. യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് പരിഹാസം. ചിത്രത്തിന് ഇന്ത്യ ഒട്ടാകെ നെഗറ്റീവ് റിവ്യൂകൾ വ്യാപകമാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കാനിരിക്കുന്ന പരിപാടിക്കെതിരെ ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹറാൻ മംദാനി. മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പരസ്യമാക്കിയ സൊഹറാൻ മംദാനി സ്വകാര്യമായി സംഘടിപ്പിക്കുന്ന പരിപാടി റദ്ദാക്കാനുള്ള അധികാരം നഗരഭരണകൂടത്തിനില്ലെന്നും പറഞ്ഞു. ഓഗസ്റ്റ് 29-ന് മാഡിസൺ സ്ക്വയർ ഗാർഡനിലാണ് നിശ്ചയിച്ചിരിക്കുന്ന പരിപാടിയിൽ 5000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് വിവരം. മോഹൻ ഭാഗവത് ന്യൂയോർക്കിലെത്തി കാനഡയിലും UK-യിലും മോഹൻ ഭാഗവത് സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തമാണ്. ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവചനമുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. അപ്പോൾ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ഓണസദ്യ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ തിരക്കിലും ഇടവേളകളുമൊക്കെ ആയിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഓണം ആശംസിക്കുകയാണ്. ന്യൂസ് 8-നൊപ്പം തുടരുക. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.